കർത്താവിൻ്റെ മഹത്വം. എല്ലാ സഹോദരങ്ങൾക്കും യേശുക്രിസ്തുവിൻ്റെ അനുഗ്രഹീത നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. ഒരു ദിവസം കൂടെ കർത്താവ് നമുക്ക് ദാനമായി നൽകിയല്ലോ. ദൈവത്തിൻ്റെ ദയയും വിശ്വസ്തതയും കരുണയും ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി. അവരുടെ മുഖം ലജ്ജിച്ചു പോകാൻ എൻ്റെ ദൈവം അനുവദിച്ചില്ല. നിലവിളിക്കുന്ന തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി നീതിയും ന്യായവും നടത്തുന്ന സർവശക്തനായ ഒരു ദൈവത്തെയാണ് സേവിക്കുന്നത്. അവിടുന്ന് ഉന്നതനായ ദൈവമാണ്, ഉയർന്നിരിക്കുന്ന ദൈവമാണ്, ശാശ്വതവാസിയായ ദൈവമാണ്, ആരാധ്യനായ ദൈവമാണ്, ആരാധനയ്ക്ക് യോഗ്യനാണ്, പുകഴ്ചയ്ക്കും ബഹുമാനത്തിന് യോഗ്യനാണ്. അവിടുത്തെ പോലെ വലിയൊരു ദൈവം ആരുമില്ല. മരിച്ച് അടക്കപ്പെട്ട 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് 40-ാം ദിവസം സ്വർഗാരോഹണം ചെയ്ത് തനിക്കായി കാത്തു നിൽക്കുന്നവർ രക്ഷയ്ക്കായി പാപം കൂടാതെ എൻ്റെ യേശു പ്രത്യക്ഷനാകാൻ പോകുന്നു. ആ വരവെങ്കിൽ നമുക്ക് കാണപ്പെടണം. ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകും. ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും നിലനിൽക്കും. നിങ്ങൾ ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ അന്വേഷിപ്പീൻ. ഈ ഭൂമിയിലുള്ളതെല്ലാം ഇവിടെ ഇട്ടേച്ചു പോകേണ്ടി വരും. ഒരു നിത്യത നമുക്ക് വേണ്ടിയുണ്ട്. വചനപ്രകാരം ജീവിപ്പാൻ, ആത്മീയരായി ജീവിക്കാൻ, വിശ്വസ്തരായി ജീവിക്കാൻ, വിശുദ്ധരായി ജീവിക്കാൻ, അഭിഷേകത്തോടെ നിൽക്കാൻ ദൈവമായ കർത്താവ് നമ്മയെല്ലാം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വരുവാനുള്ളവൻ വരും, താമസിക്കുകയില്ല. നാമോ പിന്മാറിപ്പോകുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്ന ആ സമൂഹത്തിൽ ആക്കണം. അതിലേക്ക് നമുക്ക് പ്രവേശിക്കണം. ധൈര്യത്തോടെ പറയണം, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. വിശ്വാസത്താൽ എല്ലാ കാലഘട്ടത്തിലും വിശ്വാസത്താൽ, വിശുദ്ധിയാൽ ജീവിക്കുന്ന, അഭിഷേകത്താൽ ജീവിക്കുന്ന, ബാലിനെ മുട്ടുമടക്കാത്ത ഒരു ഗണം എലിയാവിൻ്റെ കാലഘട്ടത്തിൽ മാത്രമല്ല, ഈ കാലഘട്ടത്തിലും കൃപയുടെ ഒരു ശേഷിപ്പുണ്ട്. വിശുദ്ധിക്ക് വേണ്ടി നിൽക്കുന്ന, വിശ്വസ്തയോടെ നിൽക്കുന്ന, ആത്മാവിൽ ദൈവത്തെ ആരാധിക്കുന്ന, സത്യത്തിനു വേണ്ടി നിൽക്കുന്ന, അണുവിട ചിന്തിക്കാതെ എൻ്റെ ദൈവം മാത്രം മതി എന്ന് പറയുന്ന ഒരു സമൂഹമാണ് പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങൾ വാർത്തെടുത്തുകൊണ്ടിരിക്കുന്നത്. അവിടുത്തെ മക്കളെ ചേർക്കാനാണ് എൻ്റെ കർത്താവ് വരുന്നത്. നമുക്കൊരുങ്ങാം. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൈവദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം എന്ന് പറയുമ്പോൾ ക്രിസ്തുവിൽ ജീവിക്കുന്ന, വിശുദ്ധിയിൽ ജീവിക്കുന്നവർ രൂപാന്തരപ്പെട്ട് അവനോടൊരുമിച്ച് മേഘങ്ങളിൽ എടുക്കപ്പെടും. എല്ലാവരും പോകുമെന്നല്ല പറയാം, ക്രിസ്തുവിൽ ജീവിക്കുന്നവർ. വചനപ്രകാരം ജീവിക്കാൻ നമുക്ക് തയ്യാറാവാം. ലോക സംഭവങ്ങൾ പ്രിയരെ എൻ്റെ കർത്താവിൻ്റെ വരവിനെ വിളിച്ചറിയിക്കുന്നു. കാലം അധികമില്ല. ഒരു മാരക രോഗം അമർന്നു വന്നു കഴിയുമ്പോൾ അതിനേക്കാൾ വലിയ രോഗങ്ങൾ ലോകത്തെ പിടിച്ചുലച്ചുകൊണ്ടിരിക്കുന്നു. ആർക്കും പിടിച്ചു നിർത്താൻ പറ്റാത്ത വലിയ ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്നു. നിയന്ത്രണങ്ങൾ നഷ്ടപ്പെട്ട് യുദ്ധങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഒരു മനുഷ്യനും ചികിത്സിച്ചാലും ഭേദമാകാത്ത വലിയ വലിയ രോഗങ്ങൾ ഇന്ന് ലോകത്ത് പടർന്നുകൊണ്ടിരിക്കുന്നു. എന്താ? കർത്താവിൻ്റെ വരവ് വാതിക്കലായിരിക്കണം. നിവർന്ന തലകളെ പൊക്കുവീൻ, പൊടി കുടഞ്ഞുകളവീൻ, വിശ്വസ്തയോടെ വിശ്വസ്തരായി ജീവിപ്പീൻ, ആത്മാവിൽ പ്രാർത്ഥിപ്പീൻ, ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ, എല്ലാറ്റിലും സ്തോത്രം ചെയ്യുവീൻ. ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തുയേശുവിൽ ദൈവ ഇഷ്ടം. ആത്മാവിൻ്റെ പ്രവൃത്തിയെ കെടുത്തരുത്, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. പരിശുദ്ധാത്മ ശക്തിയോടെ ജീവിക്കാൻ, പരിശുദ്ധാത്മാവിന് കീഴ്പ്പെടാൻ, അവിടുത്തെ ആത്മാവ് നമ്മളെ നയിക്കാൻ നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കണം. ആവർത്തിച്ച് പറയുന്നു, നമ്മുടെ കർത്താവ് വേഗം വരുന്നു.
വേഗം വരുന്നു. ആമേൻ. കർത്താവ് യേശു വരണമേ എന്ന പ്രാഗൽഭ്യത്തോടെ എത്ര പേർക്ക് പറയാൻ കഴിയും? നമ്മൾ ഒരുങ്ങിയിട്ടുണ്ടോ? 2 ശമൂവേൽ 22 51 വാക്യം. അവൻ തന്റെ രാജാവിന് മഹാരക്ഷ നൽകുന്നു, തന്റെ അഭിഷക്തന് ദയ കാണിക്കുന്നു, ദാവീദിനും അവന്റെ സന്തതിക്കും എന്നേക്കും തന്നെ. 22 അധ്യായം നോക്കുമ്പോൾ യഹോവ ദാവീദിനെ സകല ശത്രുക്കളുടെ കയ്യിൽ നിന്നും ശൗലിന്റെ കയ്യിൽ നിന്നും വിടുവിച്ചതിന് ശേഷം അവൻ സംഗീതം പാടി ദൈവത്തെ സ്തുതിക്കുകയാണ്. വിടുതലിന്റെ ഒരു സങ്കീർത്തനം, വിടുതലിന്റെ ഒരു പാട്ട്. വിടുതൽ പ്രാപിക്കുന്നവർ പാട്ടുപാടണം. വിടുതൽ പ്രാപിക്കുന്നവർ ദൈവത്തെ സ്തുതിക്കണം. ആ വിടുതൽ വിളിച്ച് പറയണം. ആ വിടുതലിന് നന്ദിയുള്ളവരായിരിക്കണം. ഒതുക്കി വെക്കാതെ, യഹോവേ, നീ ചെയ്ത അത്ഭുത പ്രവർത്തികളും ഞങ്ങൾക്ക് വേണ്ടിയുള്ള നിന്റെ വിചാരങ്ങളും വളരെയാകുന്നു. ഞാൻ അവയെ വിവരിച്ചു പ്രസ്താവിക്കുമായിരുന്നു, എന്നാൽ അവ എണ്ണിക്കൂടാതെ വണ്ണം അധികമായിരിക്കുന്നുവെന്ന് വചനം നമ്മളെ പഠിപ്പിക്കുന്നത് പോലെ എണ്ണമില്ലാത്ത നന്മകൾ ചെയ്ത ദൈവത്തിന് നന്ദി പറയണം. ദാവീദിന്റെ ഭാഷയിൽ പറഞ്ഞാൽ, ദൈവമേ, അവിടുന്ന് ഒഴികെ എൻ്റെ ജീവിതത്തിൽ ഒരു നന്മയുമില്ല. ഇത്രത്തോളം കൊണ്ടുവന്നതും നടത്തിയതും വിടുവിച്ചതും സൗഖ്യമാക്കിയതും ഇടയച്ചെറുക്കനായി എന്നെ സിംഹാസനത്തിലിരുത്തിയതും എൻ്റെ കഴിവല്ല, എൻ്റെ വിദ്യാഭ്യാസമല്ല, എൻ്റെ ദൈവത്തിൻ്റെ മഹാകൃപ. എന്നെ കൊണ്ടുവരാൻ ഞാൻ എന്തുള്ളൂ എന്ന് ചോദിച്ചതുപോലെ നമുക്ക് ഇന്ന് പകൽ ദൈവത്തിൻ്റെ മുമ്പാകെ സമർപ്പിക്കാം. ദാവീദ് ഇത് പറയാനുള്ള കാര്യം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? അവൻ തൻ്റെ രാജാവിന് മഹാരക്ഷ നൽകും. ശത്രുക്കൾ അനേകർ ദാവീദിന്, ഒന്ന് ശൗലുണ്ടായിരുന്നു, അബ്ശാലോം ഉണ്ടായിരുന്നു, ശിമെയുണ്ടായിരുന്നു. അനേക ഇടത്ത് ഫിലിസ്ത്യ ശക്തികൾ തന്നെ തകർക്കാൻ നോക്കി, അല്ലേ? മലനായ ഗോലിയാത്ത് നിന്ന് വെല്ലുവിളിച്ചു. ഇവിടെ നോക്കൂ, ഇത് പറയാനുള്ള കാര്യം, ദൈവം എനിക്ക് വേണ്ടി പ്രതികാരം ചെയ്തു. ജാതീയ ശക്തികളെ എനിക്ക് കീഴാക്കുകയും ചെയ്തു. അവൻ ശത്രുവശത്തു നിന്ന് എന്നെ വിടുവിക്കുന്നു. എന്നിട്ട് എന്നോട് എതിർക്കുന്നവർക്ക് മീതെ നീ എന്നെ ഉയർത്തുന്നു. ഒന്ന്, ശത്രുക്കളുടെ മേൽ ജയം നൽകുന്നു. 2, എതിർക്കുന്ന ശത്രുക്കളുടെ മീതെ ഉയർത്തുന്ന ഒരു ദൈവം. യോസഫിനെ കാരാഗൃഹത്തിലേക്ക് പിടിച്ചിട്ടു. ഇനിയും ഒരിക്കലും പുറത്തിറങ്ങില്ല. വാഗ്ദത്തം കലവറ കണക്കിന് യോസഫിന്റെ അവനുണ്ട്, വെളിപ്പാടുണ്ട്. പക്ഷേ അടുത്ത കാലഘട്ടം വന്നപ്പോൾ രാജാവ് ആളയച്ച് വിളിച്ചു. കാരാഗൃഹത്തിൽ നിന്ന് പുറത്തു വന്നു. ഇത് സംഭവം നമുക്കെല്ലാം അറിയാം. ആ ഉച്ചയ്ക്ക് താൻ രാജകൊട്ടാരത്തിൽ നിന്നാണ് ഫുഡ് കഴിച്ചത്. രാവിലെ ഫുഡ് കാരാഗൃഹത്തിൽ നിന്ന് കഴിച്ചെങ്കിൽ ഫുഡിന് ഇപ്പോൾ വ്യത്യാസം വരിക. രാജകൊട്ടാരത്തിലെ മൃഷ്ടാന്ന ഭോജനം. ജയിൽ വസ്ത്രം ധരിച്ചവൻ ഇപ്പോൾ രാജകീയ വസ്ത്രം ധരിച്ചു നിൽക്കുകയാണ്. ഇനി അടുത്ത ശ്രദ്ധിക്കണേ, അവനെ കുറ്റം വിധിച്ചൊതുക്കിയ ശക്തിയുടെ മേൽ അധികാരം പ്രയോഗിക്കാൻ ദൈവം യോസഫിനെ ഉപയോഗിക്കുന്നു. ഫറവോൻ പറയുക, ഇവന്റെ മുമ്പിൽ മുട്ടുകുത്തുവിൻ, ഇവന് കീഴടങ്ങുവിൻ. രാജ്യത്തോട് വിളിച്ചു പറയുക, പ്രിയ സഹോദരങ്ങളെ, ആ ദൈവമാ നമ്മുടെ ദൈവം.
കഴിഞ്ഞ മിനിറ്റ് വരെ നിന്നെ ഒതുക്കിയ, മാർക്കിട്ട, വിലയിരുത്തിയ, നിന്റെ അഭിഷേകത്തെയും ദർശനത്തെയും പിടിച്ചൊതുക്കാൻ നോക്കിയ ശക്തിയുടെ നടുവിൽ അവർക്കു മീതെ ദാവീദ് പറയുന്നത് പോലെ എന്നോട് എതിർക്കുന്നവർക്കു മീതെ എന്നെ ഉയർത്തുന്ന ഒരു ദൈവം, എന്നെ നിവർത്തുന്ന ഒരു ദൈവം. ധൈര്യത്തോടെ പറയാമോ? കഴിഞ്ഞ നാളുകളിൽ ശത്രുവശത്ത് നിന്ന് വിടുവിക്ക് മാത്രമല്ല, അവർ നോക്കി നിൽക്കേ അവർക്കും ഇത് അല്ലേ പറയാൻ കഴിയുന്നേ. ഇനി അടുത്ത ഭാഗം നോക്കൂ. സാഹസക്കാരന്റെ കയ്യിൽ നിന്ന് എന്നെ വിടുവിച്ചു. അതുകൊണ്ട് യഹോവേ, ജാതികളുടെ മധ്യേ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്തു. ക്വാളിറ്റി ഒന്നും പറയാനില്ലാത്ത, അപ്പനും അമ്മയും വലിയ പ്രാധാന്യം കൊടുക്കാതെ ഇരുന്നപ്പോഴാണ് ദാവീദ് പറഞ്ഞത്, അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചാലും എന്നെ ചേർത്ത് കൊള്ളുന്ന ഒരു ദൈവമുണ്ട്. സഹോദരങ്ങളും മാതാപിതാക്കളും ഹസ്ബൻഡോ വൈഫോ കുഞ്ഞുങ്ങളോ ആരും നിങ്ങളെ ഉപേക്ഷിച്ചാലും ഉപേക്ഷിക്കാത്ത ഒരു ദൈവം മാത്രമല്ല, സകല ശക്തിയുടെ മേലും നിങ്ങൾക്ക് ജയം നൽകുന്ന ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് ദാവീദ് പ്രാർത്ഥിക്കുന്നു, ദൈവം രാജാവിന് രക്ഷ നൽകുന്നു. ദൈവം ദാവീദിനെ ഉയർത്തുന്നു, തന്റെ അഭിഷക്തനെ കടാക്ഷിക്കുന്നു. പ്രിയമുള്ളവരെ, അഭിഷേകമുള്ളവർ പരാജയപ്പെടത്തില്ല. അഭിഷേകമുള്ളവർ ആത്മാവിൽ ശക്തരാകും. ഒരു ദുഷ്ടശക്തിയും അവരെ തൊടില്ല. വിളിച്ചു പറ, ശത്രുവിന്റെ മീതെ ഞങ്ങളെ ഉയർത്തുന്ന ദൈവം. അതിന്റെ അർത്ഥം, ശത്രു നമ്മുടെ കാൽ കീഴാണ്. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം നൽകിയിരിക്കുന്നു എന്ന വചനത്തിന്റെ ശക്തി ഇന്ന് പകൽ വ്യാപരിക്കട്ടെ. വിടുതൽ വ്യാപരിക്കുന്നു. സൗഖ്യം വെളിപ്പെട്ട് വരട്ടെ. നിരാശകൾ മാറട്ടെ. ആത്മാവിന്റെ അനോയിന്റിംഗ് വെളിപ്പെട്ട് വരട്ടെ. യേശുവിന്റെ നാമത്തിൽ ദൈവസാന്നിധ്യം ഇറങ്ങട്ടെ. സർവശക്തിയുള്ള ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, നിങ്ങളുടെ വചനത്തിന്റെ ശക്തി ജനത്തിന്റെ മേൽ വ്യാപരിക്കട്ടെ. രോഗികൾ സൗഖ്യമാകട്ടെ. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ദൈവാത്മാവിന്റെ ഇടപെടിയിൽ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ ഉണ്ടാകട്ടെ. കർത്താവേ, സഹസക്കാരന്റെ കയ്യിൽ നിന്ന് വിടുവിച്ച് സകല ശക്തിയുടെ മേൽ ഞങ്ങൾക്ക് ജയം നൽകിയ ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ, സഭാമത്തെ അങ്ങ് കീർത്തീകരിക്കാൻ, അങ്ങയുടെ മഹത്വം വിളിച്ചു പറയാൻ ഞങ്ങളെ ഇടയാക്കണമേ. ഇന്ന് പകൽ നൽകിയ എല്ലാ വിടുതലുകൾക്കും സ്തോത്രം. സൗഖ്യത്തിന് സ്തോത്രം. ബലത്തിന് സ്തോത്രം. അടഞ്ഞ വാതിൽ തുറന്നതിന് സ്തോത്രം. ചില ഈവിൽസിന്റെ ശക്തികളെ ദൈവം കാൽ കീഴാക്കുന്നതിന് സ്തോത്രം. എന്നേക്കുമായ ചില അന്ധകാര മണ്ഡലങ്ങൾ നിശ്ചലമാകുന്നതിന് സ്തോത്രം. ദൈവം തന്റെ ജനത്തിന് ഒരുക്കിയ രക്ഷ അവർ കാണാൻ പോകുന്നതിന് സ്തോത്രം. സകല മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. പ്രിയരെ, ദൈവത്തിന് സ്തോത്രം ചെയ്യൂ. മഹാരക്ഷ നൽകുന്ന ദൈവത്തിന്, തന്റെ അഭിഷക്തന്മാരെ വിടുവയ്ക്കുന്ന ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഈ വചനങ്ങൾ ആരോടും സഹായിക്കട്ടെ. ക്രിസ്തേശുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ബിജു മാത്യു.